ഇക്കഴിഞ്ഞ 22-നാണ് VTM NSS കോളേജിൽ BA പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയായ അദ്വൈതിനെ അതിക്രൂരമായ മർദ്ദനം ഏൽക്കുന്നത്. സീനിയർ വിദ്യാർത്ഥികളാണ് ക്രൂരമായി അദ്വൈതിനെ മർദ്ദിച്ചത്. ശരീരത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. തുടർന്ന് പാറശാല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലും തേടുകയുണ്ടായി. ഇപ്പോൾ ആയുർവേദ ചികിത്സയിലാണ്. പലതരത്തിൽ മുൻപ് പലതവണ അദ്വൈതിന് സമാനമായ മർദ്ദനമേറ്റിട്ടുണ്ട്. അദ്വൈതിൻ്റെ മാതാപിതാക്കൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അദ്വൈതിനെ തന്നെ നമുക്ക് ആദ്യം ചോദിക്കാം, എന്താണ് അന്ന് സംഭവിച്ചത് ഈ പറഞ്ഞ 22-ാം തീയതി? 22-ാം തീയതി രാവിലെ കോളേജിൽ പോയി എൻ്റെ ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞു, ഫസ്റ്റ് പീരീഡ്. അടുത്ത ക്ലാസ്സിലോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ വെച്ച് എന്നെ വിളിച്ച് അടുത്ത് നിർത്തിയിട്ട് സംസാരിച്ച് ബ്ലഡ് കൊടുക്കാൻ പോകണം. ഞാൻ പറഞ്ഞ് ഇല്ല ഏട്ടാ, ബ്ലഡ് കൊടുത്തതാണ്, 1.5 മാസം ആയതേ ഉള്ളൂ എന്ന് പറഞ്ഞ്. ഇല്ല കുഴപ്പമില്ല, നീ കൊടുത്താൽ മതി, നിനക്ക് തടിയുള്ളതല്ലേ, നീ കൊടുത്തെന്ന് പറഞ്ഞാൽ ചത്തൊന്നും പോകില്ല എന്ന് പറഞ്ഞ്. ഇല്ല ഏട്ടാ കൊടുക്കണില്ല എന്ന് പറഞ്ഞ എൻ്റെ ഇടയിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ഇടയിൽ പ്രണവ് എന്ന് പറഞ്ഞ ആൾ അടിച്ച് ആദ്യം കരണത്തടിച്ച്, അതിനുശേഷം ചെവിയുടെ ബാക്ക് സൈഡ് ഇവിടെ അടിച്ച്, ഇവിടെ ബാക്കിൽ ഇവിടെ അടിച്ച്, പിന്നെ അത് ഇവിടെ വയറിൻ്റെ അടിവയറ്റത്ത് ചവിട്ടുകയും കുറുക്കിൽ 4-5 ഇടി ഇടിക്കുകയും ചെയ്തു, കൈ ബാക്കിലോട്ട് ആക്കിയിട്ട്. ഇതിൽ മൊത്തം 4 പേരാണ് അടിച്ചത്. ബാക്കി ഒരു 5-6 പേരുണ്ട് അല്ലാതെ കൂടെ വളഞ്ഞ് നിൽക്കുകയായിരുന്നു. ഇത്രയും കോളേജിലുള്ള എല്ലാവരും മുമ്പിൽ വെച്ച് അടിച്ചതിന് ശേഷം താഴോട്ട് അങ്ങോട്ട് ഒരു അടുത്ത ബ്ലോക്കിലോട്ട് വിളിച്ചുകൊണ്ട് ഒരു ഇടുങ്ങിയ സ്ഥലത്ത് വിളിച്ചുകൊണ്ട് ഇവിടെ കോംപ്രമൈസ് സംസാരിക്കാം, ഇതൊന്നും വെളിയിൽ പറയരുത് എന്നൊക്കെ പറഞ്ഞ്, അതായത് ഇനി വെളിയിൽ പറയരുത്, കേസ് വല്ലതായാൽ നിന്നെ വച്ചിരിക്കൂല, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ കൊന്നുകളയും. ഇതിനു മുമ്പും നേരത്തെ ഒരു സംഭവം നടന്നിരുന്നു. അത് വന്നിട്ട് ആഗസ്റ്റ് 14-ാം തീയതി 2024 ആഗസ്റ്റ് 14-ാം തീയതി ഇതേപോലെ വിളിച്ചുകൊണ്ട് പോയി ലാബിൻ്റെ അടുത്തുള്ളൊരു ക്ലാസ് മുറിയിലിട്ട് അടിച്ച് അവിടെ വെച്ച് എൻ്റെ കാരണത് ജിഷ്ണു എന്ന് പറഞ്ഞ് ഒരു പുള്ളിയുണ്ട്, അങ്ങനെ അടിച്ച് ആദർശ് എന്നെ ഇന്ന് 22-ാം തീയതി അടിച്ച് അതിലുള്ള ആളും ജിഷ്ണുവും എന്നെ അടിച്ചിട്ട് നീ ഇതൊന്നും വെളിയിൽ പറയരുത്, പറഞ്ഞാൽ നീ പിന്നെ പുറലോകം കാണൂല, ആ രീതിയിൽ നമ്മൾ നിന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ അന്നൊന്നും പറഞ്ഞില്ല. പിന്നെ ഇത് ഇത്രയും പേരെ മുമ്പിലിട്ട് കണ്ടതും അവിടെ ഉള്ള ആരെങ്കിലും ഇത് പറയും, ഇത് സത്യമാണെന്ന് ഒരാളെങ്കിലും പറയുന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് അമ്മയടുത്തും അച്ഛൻ്റെ അടുത്തും എല്ലായിടത്തും പറഞ്ഞത്. പിന്നെ കേസിൻ്റെ രീതിയിൽ പോയത്. ഇത് എപ്പോഴും ഇങ്ങനെ ഉള്ളതാണ്, പിന്നെ ആരും പറയാൻ എല്ലാവരും മടിക്കും, എല്ലാ കോളേജിലുള്ളതാണ്. പക്ഷെ ഇവിടെ കുറച്ച് കൂടുതലാണ്. അദ്വൈത് അപ്പോഴും തന്നെ പ്രിൻസിപ്പാളിനോട് അന്നാണ് പരാതി കൊടുത്തത്, അതിൻ്റെ പിറ്റേ ദിവസമാണോ? അന്ന് അതേ ദിവസം 22-ാം തീയതി ഒരു 3:30-4 മണി അതിനുള്ളിൽ തന്നെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രിൻസിപ്പളിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഇത്രയും ദിവസം 3-4 ദിവസമായിട്ട് ഇതുവരെ ഒരു ആക്ഷനും ഇല്ല പ്രിൻസിപ്പളിൻ്റെ അവിടെ നിന്ന്. അതേസമയം പോലീസ് സ്റ്റേഷനിൽ വളരെ നല്ല രീതിയിലുള്ള സപ്പോർട്ടുണ്ട്. പോലീസുകാർ വളരെ നല്ല രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നീറ്റായിട്ട് അവർ ഇടപെടുന്നുണ്ട്. എല്ലാ രീതിയിലും അവർ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതുവരെ പ്രിൻസിപ്പളിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഒരു ഇതും വന്നിട്ടില്ല. അദ്വൈത് ഈ 1-ാം വർഷ വിദ്യാർത്ഥി ആയിരിക്കുമ്പം തന്നെ സമാനമായിട്ടുള്ള റാഗിങ് ഈ പറഞ്ഞ സീനിയേഴ്സ് വിദ്യാർത്ഥികൾ നേൽക്കേണ്ടി വന്നിട്ടുണ്ട്. 1-ാം വർഷ സമയത്ത് ആദ്യം ഇവരെ പരിപാടിക്ക് പോകാത്തതുകൊണ്ട് ഇവരെ വിളിച്ച് പുല്ല് വെട്ടാനും ബാത്റൂം കഴുകാനും പറഞ്ഞിരുന്നു. അതിനുശേഷം ആദ്യത്തെ സമയം താഴെ ഗ്രൗണ്ടിൽ അവിടെ കൊണ്ടുപോയിട്ട് ഷർട്ടിൻ്റെ കോളറിൽ കയറി പിടിച്ചിട്ട് എൻ്റെ ഇവിടെ അടിക്കുകയും ഇടിക്കുകയൊക്കെ ചെയ്ത് അതിങ്ങനെ ചെറുതായിട്ട് അടിച്ച്. അതിനുശേഷം 2-ാമത്തെ പ്രാവശ്യം വളരെ ക്രൂരമായിട്ട്, ഇതാണ് വളരെ എല്ലാത്തിനേക്കാളും വളരെ ക്രൂരമായിട്ട് അടിച്ചത്, ചവിട്ടയും ഇടിക്കുകയും. അന്ന് ഏത് പരിപാടിക്കാണ് അവർ വിളിച്ചത്? ഇവരെ ഇവിടെ ഇതിൻ്റെ പരിപാടിയൊക്കെ വരും, ഈ ബെഞ്ച് പിടിച്ചിടാനും അങ്ങനെയുള്ള ഇതിൻ്റെ കോളേജിൽ നടക്കുന്ന പരിപാടികളുണ്ട്, അതിന് വേണ്ടി. പിന്നെ അവിടെയുള്ള സൈഡിലുള്ള പുല്ല് വെട്ടണം, കാട് പിടിച്ചിടക്കണം, സ്ഥലമൊക്കെ വെട്ടി ഒതുക്കണം, ഒരു ശിക്ഷയായിട്ട് പനിഷ്മെൻ്റായിട്ട് തന്ന്. അതിനുശേഷം ബാത്റൂം കഴുകണം, അങ്ങനെയൊക്കെ ആദ്യത്തെ സമയം ഫസ്റ്റ് ഇയർ നമ്മൾ കയറിയ സമയത്ത്. യൂണിയൻ്റെ പരിപാടിയാണോ അതോ അവരുടെ പിന്നെ സംഘടനാ പരിപാടിയാണോ? അല്ലാതെ പരിപാടിക്കാണ് വിളിച്ചത്. പിന്നെ അതിനുശേഷം 2-ാമത്തെ പ്രാവശ്യം എല്ലാവരും കൂടെ ചേർന്ന് വന്ന് അടിച്ച് മുറിക്കകത്ത് പൂട്ടിയിട്ടിട്ട് അടിക്കുകയായിരുന്നു. വെളിയിൽ പറയരുത്. അതിൽ കുറച്ച് പേര് കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ആരും പറയാൻ ധൈര്യപ്പെടില്ല. ഈ അദ്വൈതിനുണ്ടായ അനുഭവമേ ഇപ്പം നേരത്തെ മറ്റു കുട്ടികൾ പറഞ്ഞ അനുഭവം സമാനമായി ക്ലാസ്സിലോ മറ്റു ക്ലാസ്സിലെ കുട്ടികൾക്കോ ഇതുപോലത്തെ അനുഭവം ഉണ്ടായിട്ടുള്ളതായി അദ്വൈതിന് അറിയാമോ? നേരത്തെ ഒരു പയ്യൻ ഉണ്ടായിരുന്നു, നീരജ് എന്ന് പറഞ്ഞാൽ, ആ പയ്യൻ ഇതേപോലെ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ഫസ്റ്റ് ഇയർ ആയിരുന്നപ്പോൾ ആ പയ്യനും അതേപോലെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ഇതേപോലെ ഇങ്ങനെ അതിന് ശേഷം ആ കേസ് ഒന്നും ഇല്ലാതായിപ്പോയി, ഒരു തെളിവില്ലാതെ അങ്ങ് നശിച്ചു പോയി.
അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആരും കേസാണ്, ഇപ്പോൾ ഇതിന് ദിവസവും കോടതി പോകണം, സ്റ്റേഷനിൽ പോകണം, അങ്ങനെ വിചാരിച്ച് ആരും വെളിയിൽ പറയൂല, ഉള്ളിലങ്ങ് ഒതുക്കും. പിന്നെ ഇത് ഒട്ടും സഹിക്കാൻ വയ്യാതെ ആയതുകൊണ്ടാണ് പിന്നെ പറഞ്ഞത്. ഇതിലെ ഒരു കേസിൽ 4 പേരാണ് അത് ഇത് പറഞ്ഞിട്ടുള്ളത്. പരാതിയിലും 4 പേരെ പേര് പറഞ്ഞിട്ടുണ്ട്. 4 പേർക്കൊപ്പം മറ്റ് വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഈ പ്രണവ് എന്ന് പറഞ്ഞ വിദ്യാർത്ഥി നേരത്തെയുള്ള കേസിലും പ്രതിയാണെന്ന് പറയുന്നു. പ്രണവ് എന്നുള്ള വിദ്യാർത്ഥി പല കേസിലും പ്രതിയാണ്, നേരത്തെയും ഉണ്ട് ഇപ്പോഴും ഉണ്ട്. ഈ ഈ പ്രണവാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും തലവൻ. അതിൻ്റെ അകത്ത് അവിടെ വന്നിട്ട് എല്ലാവരെയും ഭീഷണിപ്പെടുത്തുക, ഇതേപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക, ആളുകളെ വിരട്ടുക, അടിക്കുക, തൊഴിക്കുക, ഇതേപോലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പ്രണവാണ്. പ്രണവ് സജീവ ABVP പ്രവർത്തകനല്ലേ? പാർട്ടിയിലൊക്കെ ഉണ്ട്. പക്ഷേ പാർട്ടിക്കാരായിട്ടല്ല, ഇത് അല്ലാതെ വൈരാഗ്യത്തിലാണ് അടിച്ചത്. പാർട്ടി ABVPയുടെ ഇതല്ലല്ല, വൈരാഗ്യത്തിൽ പേഴ്സണലായിട്ടുള്ള എന്തോ ഒരു ഇതിലാണ് അടിച്ചത്. എന്ത് പേഴ്സണൽ വൈരാഗ്യത്തിന് കാരണം എന്താണ്? അത് അറിയില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് ആദ്യമേ നമ്മൾ കൂട്ടുകാരുണ്ട്, അപ്പോൾ നമ്മൾ കൂട്ടുകൂടുന്നതൊന്നും ഇഷ്ടമല്ല. നമ്മൾ 4-5 പേരുണ്ട്, അപ്പോൾ അവരോട് കൂട്ടുകൂടുന്നത് ഇഷ്ടമല്ല. അതേപോലെ അവർക്കെതിരെയും ഇവർ ഭീഷണിയൊക്കെ മുഴക്കിയിട്ടുണ്ട്, അങ്ങനെയുണ്ട്. അപ്പം നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇവർക്ക് ഇഷ്ടമല്ല. ആ രീതിയിലും അല്ലാതെ തന്നെ നമ്മളെന്തോ നേരത്തെ പുള്ളിയെ എന്തോ കുറ്റം ചെയ്തതുപോലെ നമ്മളെന്തോ കുറ്റം ചെയ്ത അങ്ങനെ മനസ്സിൽ വെച്ചാണ് അടിക്കുന്നത്. പ്രണവിൻ്റെ പിതാവ് സൂര്യനാഥ് അറിയപ്പെടുന്ന സിനിമാ സംവിധായകനാണ്. ഒപ്പം തന്നെ നിരവധി സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അയ്യങ്കാളി എന്ന ചിത്രം പ്രശസ്തമായ ചിത്രമാണ്. അതിൻ്റെ സംവിധായകൻ കൂടിയാണ് അദ്വൈതിൻ്റെ പിതാവ്. ഇത് അറിഞ്ഞുടൻ തന്നെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോലീസ് ഇപ്പോൾ പാറശാല പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. അദ്വൈതിൻ്റെ പിതാവിനോട് ചോദിക്കുക, ഇതെപ്പോഴാണ് സംഭവം നമ്മൾ അറിയുന്നത്? 22-ാം തീയതി ഒരു 2 മണിയാകുമ്പോഴാണ് അറിയുന്നത്. 2 മണിയാകുമ്പോഴത്തേന് അവിടുന്ന് മോന് ഈ അടിയൊക്കെ കൊണ്ടതിന് ശേഷം അവിടുന്ന് വെളിയിലിറങ്ങി അവിടെ ഒരു കടയിൽ നിന്നപ്പോൾ കൂടെ പഠിച്ച ഏതോ ഒരു പെൺകുട്ടി കുറച്ച് വെള്ളമൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത് മുഖമൊക്കെ കഴുകിയതിന് ശേഷം അവിടുന്ന് ഇവൻ്റെ കൂട്ടുകാരനോട് വിളിച്ച് പറഞ്ഞ്, കൂട്ടുകാരന് അളിയനോട് പറഞ്ഞ് അളിയനാണ് കൊണ്ടുവരുന്നത്. ആ സമയത്ത് അളിയനാണ് അപ്പോൾ വിളിച്ച് പറയുന്നത് ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്തായിരുന്നു, സ്റ്റുഡിയോയിലായിരുന്നു. അവിടുന്ന് ഞാനിവിടെ എത്തിയ സമയത്തായപ്പോഴത്തേന് കുട്ടിയെ ഹോസ്പിറ്റലിലായി. ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഹോസ്പിറ്റലിൽ എത്തുന്നത്. ഏതാണ്ട് ഒരു 2 മണിയായി ഞാൻ അറിയുമ്പോൾ. ഇപ്പം 2ാമത് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. അതിന് ശേഷം കൊണ്ടുവന്ന് പരാതി നൽകി. സമാനമായ അനുഭവങ്ങൾ നേരത്തെ എന്തെങ്കിലും മകൻ വീട്ടിൽ പറഞ്ഞിട്ടുള്ളതായിട്ട് അറിയാമോ? ഇല്ല, നേരത്തെ പറഞ്ഞിട്ടില്ല. ഈ സംഭവം എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞിട്ടില്ല എന്ന് അതിന് ശേഷം, അന്ന് 22-ാം തീയതി ശരിക്കും അവനോട് സംസാരിക്കാൻ കഴിയുന്നില്ല. കാര്യം അവൻ്റെ ദേഹത്ത് അതുപോലെ വേദനയുണ്ട്, സംസാരിക്കാൻ കഴിയാത്ത. 23-ാം തീയതി വീട്ടിൽ വെച്ച് ഞങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴാണ് പറയുന്നത്, ചെന്ന സമയത്ത് വസ്ത്രമില്ലാതെ ജട്ടി മാത്രം ഇട്ടുകൊണ്ട് നടത്തിയിട്ടുണ്ട്, അവിടെ കക്കൂസ് കഴിച്ചിട്ടുണ്ട്, പുല്ല് വെട്ടിച്ചിട്ടുണ്ട്, അവിടെ വെച്ച് മർദ്ദിച്ചിട്ടുള്ള കാര്യമൊക്കെ പിന്നെ ഓർത്തു പറയുമായിരുന്നു. അത് ഈ 14-ാം തീയതി, ഓഗസ്റ്റ് 14-ാം തീയതി ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് പോലും നമ്മളോട് പറയാത്ത എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ വഴക്കും പറഞ്ഞു. അത് അറിഞ്ഞിരുന്നെങ്കിൽ അന്നേ നമ്മളിതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തേനെ. അദ്ദേഹത്തിൻ്റെ മാതാവ് ഒപ്പം ചേരുന്നുണ്ട്, അഭിഭാഷക കൂടിയാണ്. ഇപ്പോൾ വീട്ടിൽ വന്നിട്ട് ആദ്യം ഭയം കൊണ്ടാണ് പറയാത്തതെന്ന് അദ്വൈത് പറഞ്ഞു. അതായത് ഈ സമാനമായി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന കുട്ടികളെ വീണ്ടും, പ്രത്യേകിച്ച് ലാബിൽ കൊണ്ടുപോയി വീണ്ടും മർദ്ദിക്കുന്ന അവസ്ഥയുണ്ട്. കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുക, കൈകാലടിച്ചു ഓടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക, എന്തെങ്കിലും കാര്യങ്ങൾ വീട്ടിൽ അദ്വൈത് പറഞ്ഞിട്ടില്ല എന്ന് പിതാവ് പറഞ്ഞു. ഇത് എപ്പോഴാണ് നമ്മളെ ശ്രദ്ധയിൽപ്പെടുന്നത്? ഈ കാര്യം പുറത്തു വന്നതിന് ശേഷമാണ്. ആദ്യമൊന്നും ഓർമ്മയില്ല. രാത്രി ഭയം കൊണ്ട് വിളിച്ചു പറയുമ്പോഴാണ് അറിയുന്നത് ഇതിനു മുന്നേ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന്. അതിന് മുമ്പ് അറിയില്ല, വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല. ഭയന്നാണ് പറയാത്തത്. നല്ല പ്രതികരണമാണ് സ്റ്റേഷനിൽ നിന്നുണ്ടാകുന്നത്. പ്രതികളെ എല്ലാവരുടെയും തിരിച്ചറിയുന്നവരാണല്ലോ, എല്ലാവരും പേരും അഡ്രസ്സും എല്ലാം അവിടെ സ്റ്റേഷനിൽ. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആദ്യം അഭ്യർത്ഥിച്ചു, നേരത്തെ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ തുടക്കം ഉണ്ടായി? ബ്ലഡിൻ്റെ കാര്യത്തിലാണ് ഈ കഴിഞ്ഞ 22-ാം തീയതി അടിച്ചത്. ബ്ലഡ് ചോദിച്ചതിൻ്റെ ആ ഒരു ഇതിലാണ് എന്നെ അടിച്ചത്. അതിനുശേഷം അതിന് മുമ്പും ഇതേപോലെ ഉണ്ട്, എല്ലാവരും അടിക്കും. അപ്പം ഇത് ഒരു കാരണമാക്കി, ബ്ലഡ് ഒരു കാരണമാക്കിയാണ് അടിച്ചത്. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞപ്പം അത് എന്താ പറഞ്ഞത്? ഞാൻ ഇതിനു മുമ്പും പോയിട്ടുണ്ട് ഡൊണേറ്റ് ചെയ്യാൻ. അതിനുശേഷം ഒരിക്കൽ കൊടുത്ത 6 മാസത്തിന് ശേഷം പിന്നെ കൊടുക്കാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, ഇങ്ങനെ പറഞ്ഞ് ചേട്ടാ അതേപോലെയാണ് കാര്യം, 1.5 മാസം ആയതേ ഉള്ളൂ എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, നീ കൊടുത്താൽ ചത്തൊന്നും പോകില്ല എന്ന് പറഞ്ഞ്.
അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് അടിച്ചത്. അടിച്ചു തുടങ്ങി. കൈകാലിൽ. അപ്പോൾ ഈ കൂടെ പഠിക്കുന്ന ആരും കുട്ടികൾ രക്ഷപ്പെടുത്താനൊന്നും വന്നില്ല? ആരും വന്നില്ല. അവർക്ക് അടി കിട്ടുമെന്നുള്ള ഭയം കാരണം അവരാരും വന്നില്ല. ഇവർ 10-15 പേരുണ്ട് മൊത്തം. അതിൽ 4-5 പേരാണ് അടിച്ചത്. അതിൽ 2-3 പേര് ബാക്കിൽ നിന്ന് അടിച്ചത്. അത് കണ്ടിട്ടില്ല. അതിന് നോക്കണം. മുമ്പ് ധനുശ്വരം കോളേജ് രാഷ്ട്രീയ സംഘടന നടക്കുമായിരുന്നു. ഇപ്പം വേറെ രാഷ്ട്രീയ ഇപ്പം വെളിയിൽ നിന്ന് രാഷ്ട്രീയ, ഇത് അകത്തിൽ നിന്നാണ് അടി. ഇപ്പം അകത്താണ് അടി, വെളിയിലുള്ള ഇതില്ല. ഇത് ഈ പറഞ്ഞ ഇവരെല്ലാം ഒറ്റ പാർട്ടിയിൽ ഇപ്പോൾ ഉള്ളൂ, അവിടെ AVP മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവര് പാർട്ടിയിലുള്ളത് ആണെന്ന് തോന്നണില്ല കണ്ടിട്ട്. കാരണം അവിടെ അങ്ങനെയൊന്നും അവര് ചെയ്യില്ല പാർട്ടിയിലുള്ളത്. ഇതല്ലാതെ പാർട്ടിയുടെ മറവിൽ ഇങ്ങനെ നിന്ന് ചെയ്യുന്ന കുറച്ച് ആളുകളാണ്. പക്ഷേ അത് ഈ സംഘടനയുമായി ബന്ധപ്പെട്ട ആൾക്കാരൊന്നും ശ്രദ്ധിക്കില്ലേ? പ്രത്യേകിച്ച് RSSന് വലിയ ബന്ധമുള്ള ക്യാമ്പസാണ്, അതാണ് ചോദിച്ചത്. അതാണ്. പക്ഷേ അവര് അധികം വെളിയിൽ കുട്ടികളെ പഠിക്കുകയല്ലേ, വെളിയിലുള്ള ആളുകൾ അങ്ങനെ അതിൻ്റെ അകത്ത് അങ്ങനെ വരാറില്ല. എല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ അതിനെക്കുറിച്ച് ഞാൻ അങ്ങനെ ചിന്തിച്ചു. ഞാൻ ഇവരെ ഇതിൽ അങ്ങനെ ഒരു സംഘടനയിലും പോകാറില്ല, ഒരു സ്ഥലത്തും ഇല്ല. ഞാൻ എൻ്റെ കാര്യം നോക്കുന്നു, പഠിക്കുന്നു, വരുന്നു. അങ്ങനെയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നതും പോവുകയും ചെയ്യുന്നത്. ഇതുവരെ അങ്ങനെ ഒരു ഇതിലും ഞാൻ പോയിട്ടില്ല. എന്നെ മനഃപൂർവ്വം ഒരു ഈഗോയുടെ വിഷയത്തിലാണ് അടിച്ചത്. അതിനുശേഷം പ്രിൻസിപ്പാൾ ഇതുവരെ നടപടിയെടുത്തില്ല എന്ന് അദ്വൈത് പറഞ്ഞു. പക്ഷേ അധ്യാപകരോ ക്ലാസ് ടീച്ചറോ ആരെങ്കിലും അദ്വൈതിനെ ബന്ധപ്പെടുകയോ ഒന്നും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു ടീച്ചർമാരും വിളിച്ചിട്ടില്ല. പ്രിൻസിപ്പളിൻ്റെ അവിടെ നിന്ന് ഒരിതും ഇത്രയും ദിവസമായിട്ട് വന്നിട്ടില്ല. ആക്ഷൻ എടുക്കുമെന്നാണ് പറയുന്നത്. ഇതുവരെ ഒന്നും എടുത്തിട്ടും ഇല്ല. മൊഴി എടുത്തിട്ടിരുന്നു, ടീച്ചേഴ്സ് വന്ന് മൊഴി എടുത്തിരുന്നു. അത് ഞാൻ ആശുപത്രിയിലായിരുന്ന സമയത്ത് ഇതിൻ്റെ മൊഴി എടുക്കാൻ വേണ്ടി 2 സാറന്മാർ വന്നിരുന്നു. അവർ വന്നിട്ട് പോയി. റാഗിങ്ങിന്റെ കാര്യത്തിന്റെ പരിശോധിക്കാൻ ആ മൊഴിയാണ് എടുത്തിട്ട് പോയത്. ഈ റാഗിങ്ങിന്റെ പരിശോധനയാണെങ്കിൽ പ്രത്യേക സമിതി യോഗം ചേർന്നല്ലേ, അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ അത് ചേർന്ന് കാണുമോ? അവിടെ ചേർന്നിട്ടുണ്ടോന്ന് അറിയാം. ആന്റി റാഗിങ്ങിന്റെ ഇതുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം മിക്കവാറും അത് ചേർന്നിട്ടുണ്ടാവാൻ ചാൻസ് കാണുമായിരിക്കും. അറിയില്ല. റിപ്പോർട്ട് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതുവരെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്നില്ല ആന്റി റാഗിങ്ങിന്റെ വകുപ്പുകളിട്ട്. മർദ്ദനമേറ്റ അദ്വൈതാണ് നമുക്കൊപ്പം പ്രതികരിച്ചത്. ഒപ്പം തന്നെ മാതാവും പിതാവുമുണ്ട്. ആൻറ്റി റാഗിംഗ് സെല്ല് എല്ലാ ക്യാമ്പസുകളിലും ഉണ്ട്. VTM NSS കോളേജിലും സ്വാഭാവികമായി ഉണ്ടാകും. അതിൻ്റെ സെല്ല് യോഗം ചേർന്ന് മൊഴിയെടുത്ത് നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. അതിൻ്റെ നടപടി റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്കായിരിക്കും കേരള പോലീസിന് ഇതിൻ്റെ തുടർ നടപടി സ്വീകരിക്കാനാകുക. പാറശാല പോലീസിലാണ് മാതാപിതാക്കൾ ഈ പറഞ്ഞ ഗുരുതരമായ മർദ്ദനത്തെ സംബന്ധിച്ച വിശദാംശങ്ങൾ അടങ്ങിയ പരാതി നൽകിയിട്ടുള്ളത്. പരാതിയിൽ തുടർ നടപടി ഉണ്ടാകണമെങ്കിൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്ന് വ്യക്തമായ നടപടികൾ ഉണ്ടാകണമെന്നതാണ് രക്ഷകർത്താക്കൾ ആവശ്യപ്പെടുന്നത്. എന്തിൻ്റെ പേരിലായിരുന്നാലും പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളെ ഇങ്ങനെ സംഘം ചേർന്ന് മർദ്ദിക്കുന്നത്, റാഗ് ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. അതിനെതിരെ നടപടിയാണ് രക്ഷകർത്താക്കൾ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ ബിച്ചു പോച്ചലിനൊപ്പം നിർമ്മൽ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.